ഒന്ന് മാറി തന്നെ. ആ എന്താ വിളിച്ചതേ? കനകൻ എവിടെ? കനകൻ നിങ്ങൾ പുറത്തോട്ട് പോയല്ലോ. എന്താടാ അതിന്റെ പെടലിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്ന അവൻ എവിടെ പോയി? നീ എന്താ ഭീഷണിപ്പെടുത്തണ പോലെ? ഈ കൂടുതൽ സംസാരം വേണ്ട. അവൻ എവിടെ പോയിന്നാ നിന്റെ അടുത്ത് ചോദിച്ചേ? എടാ അവന് എന്തോ മെയിൻ്റെനൻസിന് പറഞ്ഞു വിട്ടേക്കാണ് പുറത്ത്. അത് സ്ഥലമില്ലേ? സ്ഥലം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഇടവഴികളിലായിരിക്കുള്ളൂ. നീ എനിക്ക് അവനെ അത്യാവശ്യമായിട്ട് കണ്ടേ പറ്റൂ. എടാ അവൻ വീട്ടിലേക്കല്ലേ വൈകുന്നേരം വന്നെ, നിനക്ക് കണ്ടാ പോരെ? ഓ അവന്റെ വീട്ടിലുള്ള വരവും പോക്കൊക്കെ നിനക്കറിയാലോ. അതെല്ലാം തെറ്റി. അവനിപ്പോ തോന്നുമ്പോ വരുന്നു, തോന്നുമ്പോ പോകുന്നു. നിനക്കൊന്നും അറിയത്തില്ലല്ലോടാ. ഞാനെങ്ങനെ അറിയാനാ നിന്റെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങള്? ഓ 24 മണിക്കൂറും നിന്റെ വണ്ടിയിലാണല്ലോ അവൻ പിന്നാലെ കൂടി നടക്കുന്നത്. എന്തുണ്ടായിന്നാ നീ പറയണത്? നീ പൊട്ടം കളിക്കല്ലേ ഫാസിലെ. നീ കൈ ചൂണ്ടി വർത്താനം പറയാലോ ക്ലീറ്റോ, ഇത് ഓഫീസാണത്. അറിയട്ടെടാ, ഓഫീസിലുള്ളവരൊക്കെ അറിയട്ടെ നിന്റെ കൂട്ടുകാരനെ തോന്നിയ ദിവസങ്ങള്. എന്തുണ്ടാക്കിന്നാടാ പറയണത്? നിനക്കൊന്നും അറിയത്തില്ലടാ. എന്താടാ? എടാ ആ വീട്ടിൽ ആ തള്ളയും ആ പെങ്കൊച്ചും അവര് കരഞ്ഞ് നിലവിളിച്ചോണ്ടിരിക്കുകയാണ്. ആ നിനക്കൊന്നും അറിയത്തില്ലല്ലേ? ആ കുടുംബത്തിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചാ അതിന്റെ ഉത്തരവാദിത്വം നീയും കൂടെ ആയിരിക്കും. ആ കുടുംബത്തിന് എന്ത് സംഭവിക്കാനാ? നീ കയറിയപ്പോ തന്നെ അറിയില്ല. എന്തേലും പറയാനുണ്ടെങ്കിൽ ആണുങ്ങളെ പോലെ മുഖത്ത് നോക്കി പറയടാ. എടാ ആ കുടുംബത്തിന് എന്ത് സംഭവിക്കാനാണ്? കനകൻ ഇത്തിരി നേരം മാറിയെന്നാലേ. മാറിയെന്നാ ഒന്നും സംഭവിക്കത്തില്ല അല്ലേ? നിനക്ക് ഒന്നും അറിയത്തില്ലല്ലേടാ. എടാ അറിഞ്ഞൂടാ, നീ ഇവിടെ ഓഫീസാണ്, ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കല്ലേന്ന്. ഒരു കുടുംബം തകർക്കുമ്പോ നിനക്ക് സമാധാനം കിട്ടുമായിരിക്കും അല്ലേ? നീയല്ലേ ആ കുടുംബം കലക്കിയത്. കൂടുതൽ സംസാരിക്കുന്നത് കേട്ടാ. ആ പെണ്ണെന്തെങ്കിലും കടുക്ക കാണിക്കുമ്പോഴേ നീയും അകത്ത് പോവും. പോടാ, നീ ഭീഷണിപ്പെടുത്തല്ലേ ക്ലീറ്റോയെ? പോടാ, കാണിച്ചടാ ഞാൻ നിനക്ക്. ഞാൻ കൊറേ കണ്ടതാടാ. പോടാ പിന്നെ എടാ ക്ലീറ്റസ്, ആ കറണ്ട് കാശ് അടച്ചോണ്ട് പോടാ. ഊരാൻ വരാ എനിക്ക് നേരം ഉണ്ടാവില്ല നിന്റെ വീട്ടില്. അതെ, അമ്മയുടെ പുന്നാര മോൻ എന്നും ഒരുങ്ങിക്കെട്ടി ഇവിടുന്ന് പോകുന്നുണ്ടല്ലോ, ഓഫീസിലെത്തുന്നില്ല. അത് എനിക്കറിയില്ല. അവന്റെ ആ കൂട്ടുകാരനുണ്ടല്ലോ ആ അലവലാതി, അവനോട് ചോദിച്ചപ്പോ അവൻ ഉരുണ്ട് കളിക്കുക. അവന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് എന്തോ കള്ള ലക്ഷണം. ഇനിയിപ്പം ബാക്കിയുള്ള ആൾക്കാരെ കൂടെ അറിയിച്ചിട്ട് എന്തിനു വെറുതെ നമ്മളെ പല്ലിക്കുത്തി നാറ്റിക്കുന്നേ? തങ്കം, നീ വന്ന എനിക്ക് വിശക്കുന്നു, ചോറെടുക്ക്. എടാ നീ അങ്ങനെ പോകരുതേടാ. എന്താ ഇത്? ഇവിടെ ആരും കഴിച്ചിട്ടില്ല, അവനൊന്ന് വരട്ടെ. ഇപ്പൊ അവൻ വേണ്ടിട്ട് ബാക്കിയുള്ള പട്ടിണി കിടക്കേണ്ട അവസ്ഥ. മണി 11 കഴിഞ്ഞു. ഇവിടെ നിൽക്കുന്നു. എന്തൊരു കഷ്ടമാണ് നോക്കണേ. ഒരു പെണ്ണിരിക്കുന്ന ഈ അവസ്ഥ നീ കണ്ട? ഞാൻ പോകുന്നില്ല, ഇവിടെ ഇരിക്കാം. അപ്പൊ ഇങ്ങോട്ട് ഓടി പോകുന്നതിന് അവനെ വിളിച്ചിട്ട് വന്നാ മതിയായിരുന്നില്ലേ? നീ എന്തോ പറയണ? മണി 11:30 കഴിഞ്ഞു. ഞാൻ നോക്കാൻ പറ്റുന്നിടത്ത് എല്ലാം നോക്കി. അമ്മാവന്റെ അടുത്ത് അല്ലാതിരുന്ന എന്താ? അമ്മാവനെയൊക്കെ ഞാൻ വിളിച്ചു, അവിടെ ഒന്നും പോയിട്ടില്ല. ഇതിപ്പം ഞാൻ പറഞ്ഞ മറ്റത് തന്നെടി, സുഷമ്മ. എന്തോന്നടാ അമ്മ ഇനി വന്നേ. അമ്മ അത് കേക്കണ്ട, അതൊക്കെ മുളയിലെ നുള്ളിയിലേക്ക് പ്രശ്നം തന്നെ. അമ്മ ഇരിക്കും. അമ്മ ഞാൻ മിണ്ടായിരുന്നു ഇത്രത്തോളം ആയത്. ആരും മിണ്ടണ്ട. എനിക്കിത് പറഞ്ഞു പറ്റും, എന്റെ ഉള്ളിൽ ഇത് കിടക്കില്ല. എന്നാലും ഈ കൊച്ചു അറിയാനുള്ള തന്നെ. പിന്നെ അവന്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ച ഒരു സുഷമ എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട്. പണ്ടേ പഠിക്കുമ്പോഴേ ഇവര് തമ്മിൽ എന്തോ ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു. അവളിടയ്ക്ക് ഗൾഫിലൊക്കെ പോയി ഇപ്പൊ തിരിച്ച് നാട്ടിൽ വന്നിട്ടുണ്ട്. ഇവിടെ അങ്ങ് സ്ഥലമൊക്കെ വാങ്ങിച്ച് വീട് വെച്ച് അപ്പൊ ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയി അവനെ കണ്ടെന്നാ, ഫോൺ നമ്പർ കൊടുത്തെന്നാ വിളിച്ചെന്നൊക്കെ പറയുന്നത്. പെണ്ണെ നീ കരയാ, അവിടെ നില്ല്. കാര്യം എന്താണെന്ന് അറിയട്ടെ. വേണ്ട, അവൾ ഇങ്ങോട്ട് കയറി വന്ന എന്റെ വിധം അപ്പോഴാണ് അവള് മനസ്സിലാക്കാൻ പോകുന്നത്. കുറ്റിച്ചൂടർത്തി ഞാൻ അവളെ അടിക്കും. ഈ കൊച്ചിന്റെ കാര്യം ഇപ്പൊ എന്തോ ചെയ്യുന്നതാണ്? ഞാൻ നോക്കും, അവൻ പരിപാടിയിലാവും. എന്നാലും അവൻ ഇത്രയും വൃത്തികെട്ടവനായി പോയല്ലോ. വരുന്നത് ഇങ്ങോട്ട് വരട്ടെ. അമ്മേ, അവന്റെ ഉദ്ദേശം എന്താണെന്ന് അറിഞ്ഞിട്ട് അകത്തോട്ട് കയറ്റാവും. അത്രേ ഉള്ളൂ. ഓ എനിക്ക് മറ്റവനെ കാണുമ്പോട്ടും അവനായിക്കൂടാത്തെന്ത്. പോണത് എന്താടാ നിന്റെ ഉദ്ദേശം? എടാ നീ എങ്ങോട്ടാണെന്ന് പോയത്? അമ്മ നിക്കമ്മേ, നീ കള്ളു കുടിച്ചിട്ടുണ്ടോടാ? കള്ളു കുടിച്ചിട്ടുണ്ടോന്ന്? ഞങ്ങളെ അവൻ അങ്ങനെ കഴിച്ചിട്ടില്ല. എന്തുകൊണ്ടാ ഈ സൂക്കെടുത്തലക്ക്? എന്താ നിന്റെ ഉദ്ദേശം? വേണ്ട വേണ്ട വേണ്ട, അറിഞ്ഞടാ. കാര്യം പറഞ്ഞതിനകത്തോട്ട് കയറിയാ മതി. എന്താടാ കാര്യം? എടാ എന്താ നിനക്ക് വിഷയം? ഇവളെന്തിനാണ് ഇങ്ങനെ കരയണേ? നിന്നോടാ ചോദിച്ചത്. ഇവളെന്തിനാ കരയണേ? നിനക്കറിയില്ല എന്തിനാ കരയണേന്ന്? കാര്യം പറയടാ. അമ്മ ഞാൻ അങ്ങ് പോട്ടെ. നിങ്ങൾ വെറുതെ ദിവസം ഇവിടെ കിടന്ന് കളി തുടങ്ങിട്ട് കേട്ടോ. ഈ അമ്മേനോട് നീ ഇതിനെ തട്ടിക്കയറണേ, ഇവളോട് ഇതിനെ തട്ടിക്കയറണേ. ഇതിന് മറുപടി പറഞ്ഞിട്ട് നീ പോയാ മതി. എന്റെ കനക, നീ എന്താന്ന് വെച്ചാ അവരോട് പറ. ക്ഷമിക്കണേനൊക്കെ ഒരു അതിലുണ്ട്.
അമ്മ പോട്ടെ ഒന്നും പറയാനില്ലേ? നിങ്ങൾ കനക ഇവളോട് നീ മറുപടി പറഞ്ഞിട്ട് നീ എങ്ങോട്ടാന്ന് വെച്ചാ പൊക്കോ, നീ പൊക്കോ, നീ ഇവിടുന്ന് പൊക്കോ. നീ കനക നീ കാര്യം പറയണ, നീ എന്തിനിങ്ങനെ സഹിക്കണ? ആർന്ന് പറയടാ. എടാ, നീ എന്തിനാടാ ഇങ്ങനെ ഒളിച്ചു വെക്കുന്നത്? കാര്യം പറയടാ എന്തായാലും. നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കോ? ആ, പറഞ്ഞിട്ട് നീ അത് കേറിയാ മതി. എന്നാ ഞാൻ പറയാം. ആ, വാ, പറ. പറയടാ. എന്നാ പറയാ അത് തന്നെ. പറയടാ കൂടെ. അല്ലാതെ നിങ്ങൾ മാത്രം വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്റെ വിഷമം എന്താ നിങ്ങൾ കൂടി മനസ്സിലാക്കി. നിനക്ക് ഭയങ്കര വിഷമം തന്നെ. മിണ്ടാതിരി. എന്തോ കാര്യമുണ്ട്. പറയടാ. അമ്മ അമ്മ എന്നോട് ക്ഷമിക്കണം. കാര്യം പറ. എനിക്കൊരു പെണ്ണുമായിട്ടൊരു വിഷയമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ സുഷമ്മ സുഷമ്മ അത് തന്നെ. തത്ത പറയും പോലെ പറയണം. കേൾക്കുന്നു. കാര്യം പറയാൻ പറഞ്ഞ നീ 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 കളിക്കാൻ കരുതട്ടോ. എന്റെ ഒളിച്ചാളിയൊക്കെ ഞാൻ അറിയണ്ടടാ. എടാ ക്ലീറ്റസ് അവരൊന്ന് പറയട്ടെ എന്ന്. നീ അടിക്കടാ എന്റെ വീട്ടിൽ കയറി നിങ്ങൾ സമാധാനപ്പെടി. കാര്യം പറയട്ടെ. ഞാൻ പറയാം. പറ. പറയട്ടെ. പറ. ഒരു പെണ്ണുമായിട്ടൊരു വിഷയമുണ്ടായി. എന്തോന്ന് വിഷയം? ഒരുത്തി ഞങ്ങളുടെ ഓഫീസിൽ കയറി വന്നു. സ്റ്റാഫിനോട് അപമര്യാദയായിട്ട് പെരുമാറി. ആരും ചോദിക്കാനില്ല. ഞാൻ ചെന്ന് ചോദിച്ചു എന്താടി വിഷയം. അപ്പൊ അവള് പറഞ്ഞു ഇടിയെന്ന് വിളിക്കരുത്. എന്നെ പിടിച്ച് തള്ളി. ഞാൻ അവളെ പിടിച്ച് തള്ളി. അതിന് നീ എന്തിനാണ് അവളെ പ്രേമിക്കാൻ പോയത്? ആര് പ്രേമം? എവിടെ പ്രേമം? പിന്നെ നീ പാതിരാത്രി എടുത്ത് ആരെയാണ് ഫോൺ എടാ, ചെയ്യണേ? നീ ഒന്ന് അടങ്ങുന്നേ. നീ കാര്യം പറ. പോക്കിന്റെ ഇടയിൽ കയറി വെറുതെ വെച്ചാ പിന്നെ എങ്ങനെ ആദ്യം കാര്യങ്ങൾ പറയട്ടെ. അത് കേൾക്ക്. അയ്യോ, നീ കാര്യം പറ. അത് കേൾക്കണതിന്റെ മുമ്പ് ഇങ്ങോട്ട് പറയടാ കൂടെ. പറയാം. അതിനല്ലേ പറയണേ. ആൾക്കാരിവിടെ തീ നിന്ന് നിൽക്കണം. നമുക്ക് കളിക്കുന്നത് പറയടാ. അപ്പോ അവൾ ഇപ്പൊ എന്താ പറഞ്ഞേക്കണെന്ന് അറിയോ? അവൾ എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് വനിതാ കമ്മീഷനിൽ. ഞാൻ അവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന്. ഞാൻ അവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് എനിക്ക് ഇവിടെ ഒന്ന് പറയാൻ പറ്റുമോ? എനിക്ക് സ്ത്രീ പീഡനത്തിന് കേസ് ഉണ്ടെന്ന് ഇവിടെ ഒന്ന് പറയാൻ പറ്റുമോ? അത് നിങ്ങളോട് പറയാമോ എനിക്ക്? അപ്പൊ നിങ്ങൾ എന്ത് വിചാരിക്കും? ഇപ്പൊ അവളെ എനിക്കെതിരെ കേസ് കൊടുക്കുന്നു പറഞ്ഞ് നടക്കുകയാണ്. അവളെങ്ങാനും കേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ ജോലി പോകും, എനിക്ക് ശമ്പളം ഉണ്ടാവില്ല, എന്റെ കുടുംബം പട്ടിണിയാവും, ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരും. ആ കേസിൽ നിന്ന് ഞാൻ ഊരി പോരണമെങ്കിൽ 2 ലക്ഷം രൂപ ഞാൻ അവൾക്ക് കൊടുക്കണമെന്ന്. ആ പൈസ എങ്ങനെ ഉണ്ടാക്കുന്ന ആലോചിച്ച് തല പോയിച്ചിട്ടാണ് ഞാൻ ഈ ഫോൺ ചെയ്തുകൊണ്ട് നടന്നത്. അവക്ക് ഇത് തന്നെയാണ് അമ്മേ കൃഷി. 3-4 ആളുടെ പണി കളഞ്ഞവളാണ് ഇവള്. ഈ വിഷയം ഞാൻ ഇവിടെ വന്ന് പറയാം. എനിക്ക് വന്ന് പറയാൻ പറ്റുമോ? എന്നോട് പറഞ്ഞ എന്തായിരുന്നു? ഞാൻ എത്ര തവണ ചോദിച്ചതാ. ഈ സ്ത്രീ പീഡന കേസിൽ ഭർത്താവ് പെട്ടു എന്ന് എനിക്ക് ഇവിടെ വന്ന് പറയാൻ പറ്റുമോ? നീ പറ. എന്താ നിങ്ങൾക്ക് എന്താണെങ്കിലും എന്റെ അടുത്ത് പറയാലോ. എന്റെ അളിയൊരു എന്നോട് പറഞ്ഞോടായിരുന്ന എന്റെ പാർട്ടിയിലെ പിള്ളേരോട്ട് ഞാൻ അവളെ പൊക്കിച്ചുനാ. നിന്നോട് പറഞ്ഞാ പിന്നെ തീർന്നില്ലേ? എനിക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ? ഏട്ടന് സമാധാനം ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ ആർക്കെങ്കിലും സമാധാനം ഉണ്ടാവേണ്ട. എന്താ അങ്ങനെ ആലോചിക്കാത്ത? എല്ലാവരും കൂടെ സമാധാനക്കേട് ഏൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒറ്റയ്ക്കായിട്ട് അങ്ങനെ ഏറ്റു. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. മക്കളെ പോട്ട് മക്കളെ. നീ ഇപ്പൊ സമാധാനം ആയല്ലോ. കാര്യം അറിഞ്ഞല്ലോ. നീ എന്താ വിചാരിച്ചിരിക്കണേ? ഭാര്യയ്ക്കും ഭർത്താവിന് ഒരു പ്രശ്നം ഉണ്ടായി അത് പരസ്പരം പറയണം, പറഞ്ഞു തീർക്കണം. അല്ലാതെ നീ പറഞ്ഞ കാണിച്ച പോലെ ഒളിപ്പിച്ചു വെക്കുകയല്ല വേണ്ടത്. എത്ര നാൾ എനിക്കതിങ്ങനെ ഒളിപ്പിച്ചു വെക്കാൻ പറ്റും? ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കുമ്പോഴാ ഓരോ കുടുംബം തകർന്നു പോണത്. എന്നിട്ട് കോടതി ഡൈവോഴ്സ് എന്ന് പറഞ്ഞു ഓടും. കടന്നു പോടാകത്ത്. വിളിച്ചോണ്ട് പാടി അവനെ. ചെല്ല്. ഇനി എന്തുണ്ടെങ്കിലും എന്റെ അടുത്ത് പറയാന്ന് സത്യം ചെയ്. സത്യം ചെയ്യടാ. ജവന്തി, ഇനി നിന്നിന്ന് ഞാൻ ഒന്നും ഒളിച്ചു വെക്കില്ല. എല്ലാം പറയും. അകത്തോട്ട് പോരാണ്ട്. നീ പൊക്കോ. ഓക്കെ. അളിയാ, അളിയൻ ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി. ഓക്കെ. Alien versus Alien.